എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ മുറ്റത്ത് ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ശബ്ദത്തിന് ചെറിയ ഇരപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്ന സലീമിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരത്തി തട്ടം ഉപേക്ഷിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുള്ളിക്കാരത്തിക്ക് അവരുടെ, അതായത് മതത്തിൽ നിന്നും ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ചില യൂട്യൂബർമാരുടെയൊക്കെ ശല്യമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പലതരത്തിലും തട്ടം കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവരുടെ കുഞ്ഞുങ്ങൾക്കും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇവർ തലയിൽ തട്ടമിട്ട് നടക്കുന്നത് കൊണ്ട്, അതൊക്കെ കൊണ്ട് ഇവർ തട്ടം ഇപ്പോൾ ഉപേക്ഷിച്ചതിൻ്റെ കാരണം അങ്ങനെയാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹൈന്ദവർക്ക് ഇവരുടെ തലയിൽ തട്ടം കിടക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തട്ടമിട്ട് ജനങ്ങളെ പറ്റിക്കുന്നു എന്നാണ് ഹൈന്ദവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തട്ടം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവർക്ക് എന്ത് മതമാണ്, ഏത് മതമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ഇപ്പോൾ തട്ടം ഉപേക്ഷിച്ചു എന്ന് കരുതിയിട്ട് ഇവർ ഹിന്ദു മതമാണോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ തന്നെയാണോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ചൊന്നും പറയാൻ അവർക്കൊരു താല്പര്യമില്ല എന്ന് അവർ തുറന്ന് പറയുന്നുണ്ട്. എനിക്കതേക്കുറിച്ചൊന്നും ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനുള്ളിൽ ഒരു ചട്ടക്കൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഓരോ പ്രവൃത്തികളിലും അവിടെ നിന്ന് പുറത്തായി എന്ന് തന്നെയാണ് പല ഉസ്താദുമാരും പറഞ്ഞു കേട്ടത്, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറഞ്ഞു കേട്ടത്. അവർ മാത്രമല്ല, നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ പലരും വന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ജസ്ന ഈ പറയുന്നത് പോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കയറി ഇറങ്ങിയും സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് തന്നെ അവർ സ്വമേധയാൽ അവരെ നമ്മുടെ മതത്തിൽ നിന്നും സ്വന്തമായി പുറത്തായി കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന ആളുകളും ഉണ്ട്. നമുക്കതേക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയില്ല, അതേക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനുള്ള കഴിവുമില്ല നമുക്കൊന്നും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി തട്ടമിടാതെ ഇനി ചിത്രം വരയ്ക്കുന്ന സമയത്ത് എന്നെ ആരെങ്കിലും ഇനി ഞാൻ തട്ടമിട്ട് സ്വാധീനിക്കുന്നു എന്ന് ഇനി ആരെങ്കിലും പറയില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരി, ഇനി എന്തിനാണ് മറ്റുള്ളവർ പറയുക? ഇപ്പോൾ നിങ്ങൾ തട്ടമിട്ട് തന്നെയാണ് കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഊടായ്പൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ തട്ടം ഇട്ടാലും തട്ടം ഇട്ടില്ലെങ്കിലും എല്ലാം കണക്ക് തന്നെയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആളുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ എന്താണ്, എന്നെ കുറേ BJP അല്ലെങ്കിൽ RSSകാരാണ് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്നാണ് പലരും പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനും സുരേഷ് ഗോപിയും ഒക്കെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, കുറച്ചധികം BJP പാർട്ടിയിലുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതേ ചൊല്ലി ഒരു സംസാരം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട് നിങ്ങൾ അവരുടെ ആരുടെയും പേര് വെളിപ്പെടുത്തുന്നില്ല എന്നൊക്കെ നിങ്ങളുടെ ചാനലിൽ ഇരുന്നല്ലേ നിങ്ങളല്ലേ പറഞ്ഞത്. അതാരും നമ്മളല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ എല്ലാം നിങ്ങളുടെ വായിൽ നിന്നും പുറത്ത് വീഴുന്ന കാര്യങ്ങളാണ് ജനങ്ങൾ ഏറ്റു പറയുന്നത്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നൊന്നും നിങ്ങൾ പറയുന്നു. ആദ്യം നിങ്ങളൊരു കാര്യം ഓർക്കുക, എനിക്കിപ്പോൾ നിങ്ങളെ ഉപദേശിക്കേണ്ടേ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കേണ്ട യാതൊരുവിധ ആവശ്യകതയും ഇല്ല. എന്നാൽ പോലും എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഏതെങ്കിലും ഒരു വഞ്ചി ഒരു വള്ളത്തിൽ ചവിട്ടി പോവുക, അല്ലെങ്കിൽ 2 വള്ളത്തിൽ ചവിട്ടി പോകാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലൈഫ് എങ്ങും എത്താതായി പോകും. ഒരനിയത്തിയോട് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. നിങ്ങൾ എന്നെ ഒത്തിരി അപമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എനിക്കെതിരെ ഹൈക്കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പൊയ്ക്കോളൂ. ഇപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്, പൊയ്ക്കോളൂ. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നിങ്ങളെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ പോയാലും കേസ് കൊടുത്താലും ഇനി എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചാലും എല്ലാം എനിക്ക് കണക്ക് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എന്നെ പറഞ്ഞിട്ടുള്ളതിൻ്റെ മുഴുവനും പ്രൂഫ് എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളെ ബോഡി ഷെയ്മിങ് ചെയ്യുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ പ്രവൃത്തികളെ മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നത് പോലെ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ
രണ്ട് രണ്ടും നാലും ചേരില്ലെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ സത്യം, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങളെൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വരെ പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെ മറ്റ് ഒന്നും വച്ചിട്ട് പറയുന്നതല്ല, നോർമലായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ തലയിൽ ഇപ്പോൾ തട്ടം വയ്ക്കുന്നില്ല, നിങ്ങൾ ചിത്രരചന നടത്തുന്നു, ഒക്കെ ചെയ്യുന്നു, ഓക്കെ, അതതിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് തട്ടം ഉപേക്ഷിച്ചതെന്ന് പറയുന്നു. ഇപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് നിങ്ങളുടെ മതവിഭാഗത്തിൽപ്പെടുന്ന പേരാണ്, അല്ലാതെ രാഹുലെന്നോ റാണി എന്നോ രോഹിത് എന്നോ ലക്ഷ്മി എന്നോ അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര്. അപ്പോൾ നിങ്ങളുടെ വിഭാഗത്തിൽ തന്നെയുള്ള പേരുകളാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉള്ളത്. അതുപോലെ നിങ്ങളുടെ പേരും ജസ്ന സലീം എന്നാണ്, അല്ല ജസ്ന എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ എന്നുള്ള പേര് പറയുമ്പോൾ നിങ്ങൾ വേറൊരു രീതി തെറ്റിദ്ധരിക്കേണ്ട. പെട്ടെന്ന് വായിൽ അങ്ങനെ വന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ജസ്ന എന്നുള്ള പേരിൻ്റെ അറ്റത്ത് മഹാദേവൻ എന്നോ മഹാവിഷ്ണു എന്നോ ഒന്നും അല്ല നിങ്ങളുടെ പേര്. അപ്പോൾ സലീം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേര് കിടക്കുന്നത്. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ മതത്തിൽ തന്നെ വിശ്വസിക്കുന്ന ആളുകളുമാണ്, അല്ലേ? അപ്പോൾ ഇപ്പോഴല്ല നിങ്ങൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ലൈഫ് ഉണ്ടാവുന്നൊരു സമയത്ത്, അതായത് സാധാരണ രീതിയിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ചാണ് വിടുന്നതെന്നുണ്ടെങ്കിൽ, ലവ് മാരേജ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ, ആ കുട്ടികൾക്ക് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരിക്കും ആ കുട്ടികളെ ലൈഫിലേക്ക് വരുന്നത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെപ്പോഴും പറയുന്നൊരു കാര്യം കുഞ്ഞുങ്ങൾ എന്ന്. കുഞ്ഞുങ്ങൾ എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ മറ്റുള്ള സ്ത്രീകളുടെ സ്ത്രീത്വത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാറുണ്ട്, മറ്റുള്ള സ്ത്രീകളെ നിങ്ങൾ അപഖ്യാതി പറയാറുണ്ട്, മറ്റുള്ള സ്ത്രീകളുടെ മക്കളെ പറയാറുണ്ട്, ഒക്കെ പറയാറുണ്ട്. അപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും എന്താണ് പറയുന്നത്, ഭയങ്കര സ്വാർത്ഥതയുള്ളൊരു വ്യക്തിയാണ്. എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ കുറച്ച് സ്വാർത്ഥത കാണിക്കും, പക്ഷെ നിങ്ങൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നിങ്ങളുടെ ഈ പറയും പോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കൊരു ലൈഫ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ആ കുട്ടികൾക്ക് ഏത് കാസ്റ്റിലുള്ളവർ ആ കുട്ടികളെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാവും? നിങ്ങളൊരു ഹൈന്ദവ കുടുംബത്തിൽ നിങ്ങൾ ഈ കുട്ടികളെ വിവാഹം കഴിച്ചയക്കുമോ? അത് നിങ്ങൾ ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും, ഓ ഉത്തര ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ എന്തിനാ കിടന്ന് തല പുണ്ണാക്കുന്നത്, അല്ലെങ്കിൽ അമ്മിഷ്ക്ക് ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അമ്മിഷ്കിക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ പറയുന്നത്. അതും അല്ലെങ്കിൽ മറ്റേ മോള്, മറിച്ച മോള്, ആ മോള്, ഈ മോള് എന്നുള്ള വാക്കുകളായിരിക്കും ഈ പറയുന്ന സ്ത്രീ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലാംഗ്വേജ്. നിങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ മൂലം വേദനിപ്പിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അപരാധം പടച്ചിറക്കി സംസാരിക്കുമ്പോൾ, നിങ്ങൾ വെറും തെറികൾ മാത്രം പച്ച തെറികൾ വിളിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാനത്തിന് ഒരിടിവും സംഭവിക്കില്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനും കൂടി ഇരുന്ന് പറയുന്ന വാക്കുകൾ ഈ കുഞ്ഞുങ്ങളെങ്കിലും കേൾക്കാൻ കൊള്ളാവുന്ന വാക്കുകളാണോ നിങ്ങൾ പറയുന്നത്? ഈ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ട്സും ഈ വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. അവർ കളിയാക്കില്ലേ നിങ്ങളുടെ മക്കളെ? ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും കളിയാക്കിയാൽ നിങ്ങൾ എന്ത് സമാധാനം പറയും നിങ്ങളുടെ മക്കളുടെ അടുത്ത്? ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയും എൻ്റെ മക്കളെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഉടനെ ചെന്നിട്ടൊരു കള്ളത്തെളിവ് ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ കൊണ്ട് ഇടിയിപ്പിക്കും. ഇന്ന കണക്ക് ഇന്ന ചാനലിൽ നിൻ്റെ അമ്മ ഇങ്ങനെ തെറി വിളിക്കുന്നു പറഞ്ഞു, അപ്പോൾ നിൻ്റെ അമ്മ ഭയങ്കര തെറിവിളിയാണ് അല്ലേടാ എന്നൊക്കെ പറഞ്ഞതായിട്ട് കള്ളത്തെളിവ് ഉണ്ടാക്കും. നിങ്ങൾ അത് തന്നെ ചെയ്യും. അതാണ് നിങ്ങൾക്ക് ശീലവും, കള്ളത്തെളിവ് ഉണ്ടാക്കുന്നതാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ വളരെ സത്യസന്ധമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അത് നിങ്ങളുടെ മക്കൾ ചെറിയ മക്കളല്ല, അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് മാനക്കേടാണ്. നിങ്ങൾ ഈ ചാനലിൽ വന്നിട്ട് എന്തിനാണ് മറ്റുള്ളവരുമായിട്ട് കടിപിടി കൂടുന്നത്? നിങ്ങൾക്ക് മാന്യമായിട്ട് ചിത്രം വരച്ച് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് ചിത്രം വരച്ച് ജീവിക്കണം, ഓക്കെ, നിങ്ങൾ വരച്ചോളൂ. നിങ്ങളുടെ ചിത്രത്തിനെ ഇപ്പോഴും ഞാൻ കുറ്റം പറയുന്നു. കാരണം നിങ്ങൾ എന്തുകൊണ്ട് കൃഷ്ണമണി വരയ്ക്കുന്നില്ല? അത് വലിയ തെറ്റ് തന്നെയാണ്.
അന്ധത ബാധിച്ചതുപോലെയാണോ ചിത്രം വരയ്ക്കേണ്ടത്? നിങ്ങളൊരു ചിത്രകാരിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു തെറ്റ് എല്ലാവരും ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകുന്നില്ല? അതൊരു തെറ്റ് തന്നെയല്ലേ? അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ തട്ടമിടുകയോ തട്ടമിടാതിരിക്കുകയോ, നിങ്ങൾ മാനം മര്യാദയായിട്ട് നിങ്ങൾ ചിത്രം വരച്ച് നിങ്ങൾ ഗുരുവായൂരും ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങാതെ, അങ്ങനെ നിങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നിങ്ങൾ ജീവിക്ക്. നിങ്ങൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതും ഇതുമൊക്കെ കാണാമല്ലോ. അതുവഴി നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ വ്യാപാരം നടത്തൂ. നിങ്ങളുടെ ചിത്രരചന നിങ്ങൾ തുടരൂ. പക്ഷേ അതിൻ്റെ പേരിൽ ഗുരുവായൂർ കയറി ഇറങ്ങാമെന്ന് പൊന്നുമോളെ, അതൊന്നും ഇനി നടക്കത്തില്ല. അത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. പിന്നെ നിങ്ങളെപ്പോലെ കണ്ണി കാണുന്ന മാധ്യമങ്ങളെ മുഴുവനും വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുത്ത് നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നിങ്ങൾ സ്വയം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ട ചാനലുകാരെ മുഴുവനും വിളിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുക. അതാണിപ്പോൾ നിങ്ങളുടെ ഒരു പണി എന്ന് പറയുന്നത്. എന്തായാലും അത് നിങ്ങളുടെ സ്വന്തം കാര്യം, നിങ്ങളുടെ പേഴ്സണൽ കാര്യം, അതിലൊന്നും നമുക്ക് തലയിടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളെപ്പോഴും പറഞ്ഞു വെക്കുന്നത് തട്ടം ഉപേക്ഷിച്ചത് മറ്റുള്ളവർ കാണണമെന്നാണ്. ശരിക്കും നിങ്ങൾക്ക് നേടേണ്ടതെല്ലാം നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഇനി വേണ്ടുന്നത് നിങ്ങൾക്കിനി വീണ്ടും വീട് വെക്കണമായിരിക്കും. നിങ്ങൾ വെച്ചോളൂ. ഇന്ന് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലസിത പാലയ്ക്കൽ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ പോലെ നന്നായിട്ട് ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലെന്നും പറഞ്ഞിട്ട്. എൻ്റെ പൊന്ന് സഹോദരി, എത്ര നല്ല നല്ല ചിത്രങ്ങളുണ്ടെന്നറിയാമോ പുറത്ത് കാണിക്കാനാണെങ്കിൽ? നമ്മുടെ സഹോദരങ്ങൾ വരയ്ക്കുന്നത് അതിൻ്റെ ഒന്നും 7 വെട്ടത്ത് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം വരില്ലെന്നേ. നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം എന്തോ സംഭവമാണെന്നുള്ളത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. നിങ്ങൾ ഈ വരയ്ക്കുന്ന ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മുഖത്തോടു കൂടി ഒരു കണ്ണനെ നിങ്ങൾ വരയ്ക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കുമോ? അതില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചിത്രകാരിയാണ്? എപ്പോഴും ഒരേ മുഖത്തിലുള്ളത് വരയ്ക്കാണ്ട് അതൊന്ന് മാറ്റിപ്പിടിക്കുക. അങ്ങനെ ചെയ്യേ നിങ്ങൾ. പിന്നെ ലസിത പാലയ്ക്കൽ കാണിച്ചിട്ടുള്ള ചിത്രം അത് ആര് വരച്ചാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആര് വരച്ചതാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുന്നതിനേക്കാളും എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ സമയമെടുത്ത് പെട്ടെന്ന് വരച്ചൊരു ചിത്രമാണത്. അതെന്തായാലും വളരെ ഭംഗിയായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ വരച്ചതിന് ശേഷം മോടി പിടിപ്പിച്ചിരിക്കുന്ന ചിത്രമല്ലേ കാണിച്ചത്. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇനി നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും എന്ത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നറിയാം. വെറുതെ പറഞ്ഞതാണ്. എന്തായാലും എൻ്റെ പേരിൽ കേസ് കൊടുക്കാനൊക്കെ ഇരിക്കുകയല്ലേ, ഹൈക്കോടതിയിലേക്ക് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. കൊടുത്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കുത്തകയൊന്നുമല്ല. ഇപ്പം നിങ്ങൾ കൊണ്ടുവന്ന് എന്തെങ്കിലും എഴുതി കോറിക്കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിയെന്നും പറഞ്ഞ് അത് വിശ്വസിച്ച് എന്നെ പിടിച്ച് അകത്തിടുന്ന ഒരു ഇതൊന്നുമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പേടിയൊന്നുമില്ല, ഒട്ടും പേടിയില്ല. തെറ്റ് ചെയ്താൽ മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഗുരുവായൂർ ഇറങ്ങിക്കയറി പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടായിട്ട് നിങ്ങൾക്ക് നേരെ ഒരു അറസ്റ്റ് വാറണ്ട് വന്നിട്ട് നിങ്ങൾ ഇത്ര കൂളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയേ ഉള്ളൂ.